നമസ്കാരം. നേരം ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വാസ്തുവിനെ പറ്റിയുള്ള സംശയങ്ങളും അതിൻ്റെ നിവർത്തികളുമാണ് വിഷയം. അതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ അതിഥി ഡോക്ടർ കെ മുരളീധരൻ നായർ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ കുലപതിയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇന്ന് ഉള്ളതിൽ പ്രഥമ ഗണനീയൻ എന്ന് വിശേഷിക്കപ്പെടാൻ സാധിക്കുന്ന ആളുകൂടിയാണ് ഡോക്ടർ കെ മുരളീധരൻ നായർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദീർഘകാലമായി അവിടുത്തെ സ്ഥപതിയാണ് അദ്ദേഹം. ഒട്ടനവധി ക്ഷേത്രങ്ങളിലെ സ്ഥപതി, വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. ഇപ്പോഴും അദ്ദേഹം ഒരുപാട് ശിഷ്യഗണങ്ങളെ ഈ വിദ്യ അഭ്യസിപ്പിക്കുന്നുമുണ്ട്. സ്വാഗതം സാർ. സാർ, നമ്മളിപ്പോൾ ഒരുപാട് സംശയങ്ങൾ വാസ്തു സംബന്ധമായിട്ട് ഉണ്ട്. കുറേയൊക്കെ സാറ് നിർവൃതി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന പ്രധാന മേഖല വീടിനെ കുറിച്ചാണ്. ഇപ്പോൾ വീട്ടിൽ ഏത് ഭാഗത്താവാം സ്റ്റെയർ കേസ് എന്ന് ചോദിക്കുന്നവരുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് വന്നാലുള്ള അപാകതയെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. പ്രദക്ഷിണമായിട്ടോ അപ്രദക്ഷിണമായിട്ടോ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ എവിടെ ആയിരിക്കണം സ്റ്റെയർ കേസ്? നേരെ സ്റ്റെയർ കേസ് ആവാമോ? ഇപ്പോൾ ചില പഴയ തറവാടുകളിലൊക്കെ നേരെ സ്റ്റെയർ കേസ് ഇങ്ങനെ ചുറ്റി രണ്ട് ഭാഗത്തേക്കും പോകുന്ന രീതി അവലംബിക്കുന്ന ആൾക്കാരുണ്ട്. സർ, ഏതാണ് ശരി? എന്താണ് അതിനുള്ള ഒരു നിയമം? സാധാരണ ഇന്നിപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാതിലിന് നേരെ പൂമുഖവാതിലിന് നേരെ സ്റ്റെയർ കേസ് കുത്തനെ വന്നിറങ്ങാൻ പാടില്ല. അത് പടി ഡയറക്റ്റായിട്ട് പ്രധാനപ്പെട്ട വാതിലിന് നിൽക്കുന്നത് നല്ലതല്ല. അത് പലവിധ ദോഷങ്ങളുമുണ്ട്. എന്നാൽ അതിൻ്റെ സൈഡ് കാണാം, ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് പോവുകയാണ്, അതിന് നമുക്ക് നിയമതടസ്സമൊന്നുമില്ല. എന്നാൽ പല ആൾക്കാരും പറഞ്ഞാൽ സൈഡും കണ്ടുകൂടുന്ന, സൈഡ് കാണുന്നതിന് തടസ്സമില്ല. പടി നമ്മുടെ വന്നിറങ്ങുന്ന പടി അല്ലെങ്കിൽ കയറുന്ന പടി എന്ന് പറയുന്നത് പൂമുഖവാതിലോട്ട് നേരെ നിൽക്കരുത്. അപ്പോൾ അത് കാണാത്തതിൽ എന്തെങ്കിലും ഒരു പ്രക്രിയ നമുക്കൊരു ചെറുപ്പോ എന്തെങ്കിലും ഒരു ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊക്കെ പറയുന്ന ഫോൾഡറുണ്ടല്ലോ, അതെല്ലാം വല്ല വെച്ച് മറച്ച് അതിന് പരിഹാരമാവും. അല്ല അതിന് സ്റ്റെയർ കേസ് ഇടിച്ച് കളയാൻ പറ്റൂലല്ലോ. പല പൂമുഖവാതിലും ആദ്യമായിട്ട് പൂമുഖ ഒരു മറ വേണം. മറ ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീരും. പിന്നെ സ്റ്റെയർ കേസിന് ആധികാരികമായ സ്ഥാനങ്ങൾ ചോദിച്ചിരുന്നാൽ തെക്കെന്ന് വെച്ചാൽ വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തെക്കാണ് നല്ലത്. തെക്ക് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റുള്ള നിർമ്മാണത്തിന് ഏതെന്ന് കേട്ടാൽ പടിഞ്ഞാറ്. അപ്പോൾ സ്റ്റെയർ കേസിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിയാം. ക്ലോക്ക് വൈസാണ് ഏറ്റവും ഉത്തമം. അതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആ തെക്കിൻ്റെ ഭാഗത്ത് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി കയറി വടക്കോട്ട് തിരിഞ്ഞ് കിഴക്ക് തിരിയാം. അതും ക്ലോക്ക് വൈസാണ്. അപ്പോൾ നമ്മളൊരു വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ തെക്ക് ഭാഗത്ത് കൊടുക്കണം. തെക്ക് ഭാഗത്ത് കയറി ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വേണ്ടി വന്നാൽ വടക്കോട്ട് കൊടുക്കാം. ഒന്നാം സാധനമാണ്. വടക്കെടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നാൽ വടക്കോട്ട് നോക്കി കയറി കിഴക്കോട്ടൊന്ന് തെക്കോട്ട് കയറും. അങ്ങനെ എടുക്കുന്നത്. ഇത് പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, ചില ആൾക്കാർ ഈ പ്ലാനൊക്കെ വരച്ചെടുക്കുമ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് കൊണ്ട് സ്റ്റെയർ കേസ് കൊടുക്കും. വെയിറ്റുള്ള നിർമ്മാണം ഒരിക്കലും പാടില്ല. വെയിറ്റുള്ള നിർമ്മാണം വടക്കിഴക്കേ മൂലഭാഗത്ത് ഇരുത്തി കളയും. അതായത് അത് ഏറ്റവും വലിയ ദോഷം ഗ്രഹനാഥന് തന്നെയാണ്. അയാൾ വരില്ല, എന്നും അയാൾക്ക് പ്രശ്നങ്ങളായിരിക്കും. അസുഖങ്ങളായിരുന്നതിന് ശരി, സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ വീഴ്ചയാണ്. ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തവർ തന്നെ ഞാനത് ചില വീടുകൾ പരിശോധിക്കുമ്പോൾ
അപ്പോൾ പിന്നെ അതിന് പരിഹാരം സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ വടക്കിഴക്കേ മൂലഭാഗത്ത് നിന്ന് അവിടെ നിന്ന് കിഴക്കോട്ട് ഒരു എക്സ്റ്റൻറ്റ് ഒരു മുറിയും കിടക്കും. അപ്പോൾ ഇത് പിന്നെ അത് ഒഴിവാകും. അത് സാമ്പത്തികമുള്ളവർക്കല്ലേ ഒരു മുറിയൊക്കെ കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്ലാതെ വടക്കിഴക്കേ മൂലഭാഗം എന്ന് ചെന്നാൽ നമ്മുടെ വാസ്തുശാസ്ത്രത്തിനെ സംബന്ധിച്ച് ഈശാന കോണാണ്. വാസ്തുവല്ല ദൈവത്തിൻ്റെ തല വരുന്ന ഭാഗമാണ്. വേഴമണ്ഡലമാണ്. വെയിറ്റുള്ള നിർമ്മാണം ഒരിക്കലും പാടില്ലാത്ത ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. എന്നാൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, സർ കന്നിയിലാവാമോ? കന്നിയിൽ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിഭാഗം. ഒരുപക്ഷെ വേറെ യാതൊരു വഴിയില്ലെങ്കിലും കന്നിമൂല സാധാരണ നമ്മളൊരു മുറിയെങ്കിലും എടുക്കാനാണ് സാധാരണ പ്ലാൻ ചെയ്യുള്ളൂ. അവിടെ സ്റ്റെയർ കേസ് വന്നുകൂടാന്ന് പ്രമാണമൊന്നുമില്ല. വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയൊക്കെ വരണം തടസ്സം. ഈ വാട്ടർ ടാങ്ക് വെള്ളത്തിൻ്റെ താഴെ നിന്ന് അടിച്ച് ഉയരെ കയറ്റിയിട്ട് ഒരുപാട് വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ തെക്ക് വരാം. തെക്കും പടിഞ്ഞാറും വരാം. അപ്പം ഒരു 1000-ൻ്റെ ടാങ്കൊക്കെ ആണെങ്കിൽ കിഴക്കിൻ്റെ മധ്യഭാഗത്ത്, വടക്കിൻ്റെ മധ്യഭാഗത്ത്, പടിഞ്ഞാറ് മധ്യമൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ 2000-ൻ്റെയൊക്കെ വലിയ ടാങ്ക് വരണമെങ്കിൽ നമുക്ക് ജലവിരുദ്ധരാവെന്ന് നോക്കിയിട്ട് കാര്യമില്ല. വെയിറ്റുള്ള നിർമ്മാണം എന്നുള്ള രീതിയിൽ തെക്ക് ഭാഗത്ത് വയ്ക്കണം. അത് വളരെ ശ്രദ്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് അയ്യോ അവിടെ ജലം വരാൻ പാടില്ലല്ലോ, പിന്നെ ഇങ്ങനെ അപ്പോൾ ധൈര്യമുണ്ട്. വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല. 500-ൽ 1000 വരെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പടിഞ്ഞാറൊക്കെ നമുക്ക് ധൈര്യം കൊണ്ട് വയ്ക്കുക. ഭരണം നിൽക്കണം പടിഞ്ഞാറെന്നുണ്ട്, അവിടെ ധൈര്യം കൊണ്ട് വയ്ക്കുക. പക്ഷേ അമിതമായിട്ടുള്ള ചില ഫ്ലാറ്റുകൾ മറ്റും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ്, അതൊക്കെ തെക്കുക. വെയിറ്റുള്ള നിർമ്മാണം എല്ലാം തെക്കുക. ഇപ്പം നമുക്കൊരു ഉദാഹരണം, ഒരു വീട്ടിൽ തന്നെ ഒരു ഡ്രായിങ് ഹാള് അല്ലെങ്കിൽ ലിവിങ് ഹാള് ഇങ്ങനെയുള്ള കേസിൽ അവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമ്പോൾ ആ മുറിയുടെ വടക്കിൻ്റെ കിഴക്ക് പോകും വെയിറ്റ് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ അവിടെ ക്രമീകരിക്കാവും. ബാക്കിയുള്ള തെക്കും പടിഞ്ഞാറാണ് നല്ല വെയിറ്റുള്ള വലിയ സോഫ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീടിനെ സംബന്ധമായിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോയാൽ വീടും സർവ്വ ഐശ്വര്യങ്ങളുണ്ട്. ഇടയ്ക്ക് ഒന്ന് കയറി ചോദിച്ചുകൊണ്ടാണ് സാർ ഇന്ന് മാറിപ്പോയത്. സാർ നേരത്തെ പറഞ്ഞു ഈ ആമ്പൽക്കുളം വീടിനകത്ത് ഇത് ചെയ്യുന്നത്, അതുപോലെ കയറി എന്ന് പറഞ്ഞാൽ തന്നെ ചില ഫിഷ് ടാങ്ക് ചില സ്ഥലത്ത് വയ്ക്കുന്നത്, അതുപോലെ തന്നെ വീടിനകത്ത് ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ മുള്ളുള്ളത്, കള്ളിച്ചെടി, അതുപോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഇത് പിന്നെ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വയ്ക്കുന്നതിന് വീടിനകത്ത് ഡ്രായിങ് ഹാളിലും ഡൈനിങ് ഹാളിലും വയ്ക്കാൻ കുഴപ്പം. പക്ഷേ അതിലും നമ്മൾ ഒരു ചെറുതൊട്ടൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. ചില അലർജി കിട്ടുന്നുണ്ട് കുട്ടികൾക്കും മറ്റുള്ള ചില അലർജി. അപ്പോൾ അങ്ങനെ ഒരു 1-2 ദിവസം 3 ദിവസം വച്ചൊന്ന് പരീക്ഷിച്ചിട്ട് വേണം നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കുക. അല്ലാതെ പ്ലാന്റ് വയ്ക്കുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല, വയ്ക്കാം. പിന്നെ മുൾച്ചെടികൾ ഒരിക്കൽ വന്ന് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ മുൻവശത്തോ കാര്യങ്ങളും ഒരിക്കലും പാടില്ല. കാരണം ഇപ്പോഴും ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ വിദേശത്ത് നിന്ന് പറഞ്ഞാൽ അത് അവർ മൃഗങ്ങൾ കടന്നു വരാതിരിക്കണം അതിൽ നടന്ന സാധനമാണ്. വലിയ മുള്ളുള്ള നല്ല പൂവാണത്, പച്ച മഞ്ഞ ചുവപ്പ് പച്ച. അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൻ്റെ പല ചെടി കൊച്ചു അതിലൊക്കെ മുള്ളൊക്കെ കത്തി ഈ ഡയബറ്റീസൊക്കെ പിടിച്ച ആൾക്കാർക്കാണെങ്കിൽ മുള്ളു കൊണ്ട് അത് പഴുക്കത് ഉണങ്ങിയില്ല, വല്ലാത്ത അപകടത്തിലേക്ക് പോകും. നമ്മൾ ആരെങ്കിലും പണ്ട് നമ്മുടെ ഇവിടെ കള്ളി മുള്ളിനെ കയറ്റി ആ വീട്ടിനകത്ത് വയ്ക്കും. അതേ തത്വം തന്നെയാണത്. അപ്പോൾ ഒരിക്കലും തന്നെ പാടില്ലാത്തതാണ്. പിന്നെ അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് റോസ എന്ന് വെച്ചാൽ പനിനീർ റോസ, അതിൽ മുള്ളുണ്ടില്ല എന്ന് പറഞ്ഞില്ല. പനിനീർ റോസ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതില്ലേ, അതിൻ്റെ പരിമളം, അതുപോലെ ആ നിൽക്കുന്ന നിൽപ്പ്, അതൊക്കെ ആരും തന്നെ മനസ്സുകൊണ്ട് ഒരു പൂവെന്ന് വെച്ചാൽ അത് വന്ന് നോക്കി നിന്ന് പോകും അല്ലേ. പണ്ട് കാലത്തുള്ള അല്ലേ പനിനീർ റോസ്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് എത്രയോ ചെടികൾ ഇപ്പം നമുക്ക് വീടിൻ്റെ പരിസരം, ഉദാഹരണം
ചെമ്പരത്തി തന്നെ നമുക്ക് എത്രയോ കളേഴ്സ് ഉണ്ട്, 10, 30, 35 പല കളർ ചെല്ലുന്നത്. അതൊക്കെ നമ്മുടെ പോസിറ്റീവാണ്. ചെമ്പരത്തി എന്ന് വെച്ചാൽ അതിൻ്റെ പൂ മുതൽ അതിൻ്റെ വേര് വരെ നമുക്ക് മെഡിസിനാണത്. എല്ലാം നമുക്ക് എടുക്കാം. അതിന് തന്നെ ഒരു തടസ്സങ്ങളില്ല. ഒരു പോസിറ്റീവ് ധാരണ തെറ്റി ഒരുപാട് കളറാണ്, കണ്ടവനം കളറാണ് തെറ്റി. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മനോഹരമായി വെറുതെ വിദേശത്തുള്ള ഇവിടെ നെഗറ്റീവ് എനർജി പിടിച്ച് അകത്ത് വയ്ക്കാതെ നമ്മുടെ നാടൻ ചെടികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. മുല്ലയ്ക്ക് സാർ ഇപ്പൊ മുല്ല പറഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് കയറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ. ഇപ്പൊ പലരും വ്യാപകമായി വെക്കുന്നത് ഓർക്കിഡ്സ് ആണ്, അതിന്റെ അഭിപ്രായം? ഓർക്കിഡ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഓർക്കിഡുണ്ട്, നെഗറ്റീവുള്ള ഓർക്കിഡും ഉണ്ട്. ശരി, ഞാൻ പട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചില ഓർക്കിഡുകൾ ഉദയം കൊള്ളുന്നത്. അത് ശരിക്ക് തണുത്ത കാറ്റും മഞ്ഞുള്ള ഭാഗങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ വളരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പട്ട് നിൽക്കുന്ന വെച്ചാൽ അത് നെഗറ്റീവാണ്. ചില ഓർക്കിഡുകൾ വീട്ടിനകത്ത് കൊണ്ട് വെച്ചാൽ സർവനാശം ഫലം. അതും ഇതുപോലെ നോക്കി വേണം വയ്ക്കാൻ. ഇതുപോലെ അത് അങ്ങനെ. അതുകൊണ്ടാണ് എപ്പോഴും തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ബന്ധമില്ലാത്ത ചെടികളെ നമ്മളെ വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ 1-2 തന്നെ വാച്ച് ചെയ്യണം. വച്ചിട്ടില്ലാതെ നമ്മൾ വീടിൻ്റെ ഉമ്മറത്തുണ്ടെന്ന് വയ്ക്കരുത്. ചില ഓർക്കിഡുകളൊക്കെ എടുത്ത് വീടിൻ്റെ ഫ്രണ്ടത്ത് വെച്ചാൽ വീട്ടിൽ എന്ന് പോരായിരിക്കും. ഒരാൾ പറഞ്ഞ് വേറൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാരണം നമ്മുടെ മനസ്സിൻ്റെ സന്തുലനാവസ്ഥയെ മാറ്റിക്കളയും. അപ്പോൾ ശത്രു വരുത്തുണ്ടാകും. ഇപ്പോൾ ഒരുപാട് കാരണം ബ്രീത്തിങ്ങിന് തന്നെ നമുക്ക് വ്യത്യാസം ഉണ്ടാകും. കൊച്ചുകുട്ടികൾ തുമ്മൽ, അലർജി, ഇത് ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ വീടിനകത്ത് വയ്ക്കുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൽ വയ്ക്കണമൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം. സാർ, ഇനി നേരത്തെ നമ്മൾ സ്റ്റെയർകേസിന്റെ ഇത് പറഞ്ഞു പോയപ്പം ഒരു 1-2 സംശയങ്ങൾ കൂടി സ്റ്റെയർകേസിന്റെ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ സ്റ്റെയർകേസിന്റെ കുറച്ച് ഭാഗമുണ്ട്, ആ ഇതിന് താഴെ സ്റ്റെയർകേസിന് താഴെയുള്ള സ്ഥലത്ത് നമ്മുടെ ലാറ്ററൽ വരാം ടോയ്ലറ്റ് നമുക്ക് അത്യാവശ്യം. കാരണം ആ സ്റ്റെയർകേസ് ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ മറ്റ് മുറിയുടെ ഒരു സൈഡ് വരണമെങ്കിൽ അവിടെ ഒരു സൈഡിൽ ഒരു വാതിൽ കൊടുത്ത് ചെറിയൊരു ടോയ്ലറ്റ് ആ മുറിക്ക് അറ്റാച്ച് ചെയ്യണേ തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ ഡൈനിങ് ഡ്രോയിങ് ഹാളിലൊക്കെ നിന്നിട്ട് സ്റ്റെയർകേസ് ചരിഞ്ഞുകൊണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്ത് എൻ്റെ ഹാളിലേക്ക് ഒരിക്കലും വയ്ക്കരുത്. നമുക്ക് എപ്പോഴും ഇവിടെ നിന്നില്ല, നമുക്ക് എവിടെയായിരുന്നാലും ശരി വീടിൻ്റെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡോറ് ഹാളിലേക്ക് തുറന്ന് വരരുത്. ഒരു മറ കൊടുത്തേ പറ്റുള്ളൂ. പണ്ട് കാലത്തൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് 2 ബെഡ്റൂം അപ്പുറവും ഇപ്പുറവും, നടുക്കായിട്ട് ബാത്റൂം, അത് നേരെ ഹാളിലേക്ക് തുറന്നു വരും. ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ്. വീട് പെട്ടെന്ന് പൈസാകും. കാരണം കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ഇത് തുറന്ന് കിട്ടും, പിന്നെ അടയ്ക്കാൻ പോകണം. അപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധവും കാര്യങ്ങളും, ആ വീടിൻ്റെ ഒരു സന്തുലനാവസ്ഥയില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്ലാൻ ഇപ്പോഴൊന്നും ആരും പ്ലാൻ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ടോയ്ലറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശൗചാലയം പണ്ടത്തെ 4 കെട്ടിൽ എവിടെയായിരുന്നു? മതിലിൻ്റെ പുറത്തായിരുന്നു. മതിലിൻ്റെ പുറത്താണ് വരുന്നത് കേട്ടിട്ട്. ഇതിപ്പോഴും നമ്മൾ പാശ്ചാത്യ സംസ്കാരം കടമെടുത്തതാണ്. ബാത്ത് അറ്റാച്ച്മെന്റ് എന്താണ്? ഇത് നമ്മൾ കേരളത്തിൻ്റെ ഇതല്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് പാശ്ചാത്യ സംസ്കാരം കടമെടുത്താണ് നമ്മളിപ്പോൾ പോട്ടെ. എങ്കിലും ബാത്ത് അറ്റാച്ച്മെന്റ് ആ മുറിക്കകത്തേക്ക് ഇതല്ലല്ലോ, ഹാളിലേക്ക് കൊണ്ട് കൊടുത്ത് ഹാളിലേക്ക് നേരെ ഡോറ് തുറന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ അതുപോലെ തന്നെ തുളസിത്തറ എവിടെയാണ്? അത്യാവശ്യമുണ്ടോ? പണ്ട് കാലം മുതൽ തുളസിത്തറ ശരിക്ക് പരിപാലിച്ചിരുന്നു. അതായത് കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട പൂമുഖ വാതിലിന് നേരെ വയ്ക്കുക, അല്പം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ വിധിപ്രകാരം എല്ലാം കെട്ടി തുളസിയെല്ലാം നട്ടിട്ട് അതിൽ വിളക്കെത്തിക്കേണ്ട കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം വിളക്കെത്തിക്കേണ്ട സൗകര്യം കൊടുത്തിരിക്കും. അതിന് ചെറിയ കട്ടിങ് എല്ലാം കൊടുത്ത് വയ്ക്കണം. ഈ തുളസി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 4-5 മാസം നിന്ന് അതിൻ്റെ ഉണങ്ങി വരുമ്പോൾ അതിന് മുമ്പ് തന്നെ വേറെ ചെറിയ അതിൻ്റെ തൈ നട്ട് വളർത്തിക്കൊള്ളണം. ഈ തുളസി എന്ന് വെച്ചാൽ ഉള്ള കാലം ഒരേ രീതിയിൽ നിൽക്കില്ല. അപ്പോൾ അതിന് ഒന്ന് പട്ട് വരുന്ന ആ സമയത്ത് തന്നെ വേറൊന്ന് പൊടിച്ചു വരണം. തുളസിത്തറ പരിപാലിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളുമാണ്.
അപ്പോൾ പല ആൾക്കാരും ചോദിക്കുക, കിഴക്ക് ദർശനമുള്ളവർക്ക് ശരി വടക്കിഴക്ക് ഭാഗത്ത് ഉത്തമമാണ്, അപ്പം തെക്ക് ദർശനമുള്ളവർക്കോ പ്രശ്നമാണ്. തെക്ക് ദർശനമുള്ളവർക്ക് എന്ത് ചെയ്യണം? അതിപ്പോൾ ഒരുപാടവർക്ക് അറിഞ്ഞുകൊടുത്ത കാര്യമാണ്. തെക്ക് ദർശനം ഉള്ള വീടിനാണെങ്കിൽ നിങ്ങളൊന്നും വേണ്ട, തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് വയ്ക്കുക, എന്നിട്ട് കിഴക്കോട്ട് തിരിച്ചെന്ന് പരിപാലിക്കുക, തിരിച്ചെന്ന് പറഞ്ഞോട്ടും പരിപാലിക്കുക. അപ്പോൾ കിഴക്കായി തെക്കായി. വടക്കാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വയ്ക്കണം. ആ വ്യക്തി കിഴക്കോട്ടും പടിഞ്ഞാട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗം. പിന്നെ കിഴക്കാണിത്. ഇങ്ങനെ നമുക്ക് പരിപാലിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനുപരി ഞാൻ ഒരു ഫ്ലാറ്റ് ഈ അടുത്ത കാലത്ത് പരിശോധിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ ഒരു അമ്മയ്ക്ക് എൻ്റെ കൂടെ ഒരു പരാതി പറഞ്ഞു, മക്കളെ എനിക്ക് പണ്ട് പോലെ തുളസി പരിപാലിക്കാൻ അവനൊന്നും എനിക്ക് ശരിയായി തരണം, എനിക്കൊരു തുളസി തറ ഇവിടെ എവിടെയെങ്കിലും വച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്ന അവസരം. ഞാൻ ആ മോനോട് തന്നെ ഞാൻ പറഞ്ഞു, അതിന് തെക്ക് ഭാഗത്താണ് ശരിക്കുള്ളത്, ഒരു ഓപ്പൺ ബാൽക്കണിയാണ്, നല്ല വെയിലുമുണ്ട്. ഞാനൊരു സ്ഥലം പറഞ്ഞു കൊടുത്ത് അവിടെ സുഖമായിട്ട് വയ്ക്കാൻ പറഞ്ഞു. റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുമല്ലോ, റെഡി വാങ്ങാൻ കിട്ടും, അതിൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, സന്തോഷമാണ്. നമുക്കതെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിപാലിക്കാൻ സാധിക്കും, എല്ലാം പരിപാലിക്കാൻ സാധിക്കും. പിന്നെ വേണമെന്ന് വെച്ചാൽ വേണം ചെയ്യാം, വേണ്ടെന്ന് വെച്ചാൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. ക്ലോസറ്റ് അത് പണ്ട് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്നുകിൽ നമ്മുടെ ഫേസ് തെക്കോട്ട് നോക്കി ഇരിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിൽ. ഒന്നി തെക്കോട്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വടക്കോട്ട്. വെള്ളം കുളിക്കണം, ടാപ്പ് കൊടുക്കുമ്പോൾ കഴിയുമെങ്കിൽ നമ്മുടെ ഫേസ് കിഴക്കോട്ട് നോക്കി നിന്ന് കുളിക്കണം, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി നിന്ന് കുളിക്കണം. അത് ഏറ്റവും നല്ലതാണ്. ഹീറ്റർ ഉറപ്പിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് ഉറപ്പിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് സാധിക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ വന്ന് ഒരുപാട് വലിയ ബാത്റൂമിൻ്റെ പണികളിപ്പോൾ കുറഞ്ഞു തുടങ്ങി. വേറൊന്നുമല്ല, പല ടോയ്ലറ്റിനകത്തും ചിറക്കി മലന്ന് വീണ് ഈ മിഡില ഭാഗം തട്ടി ഒരു കണ്ടമാനം മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വീതി കുറവുള്ളതാണെങ്കിൽ ഇങ്ങനെ ചിറങ്ങിയിട്ട് ഈ രണ്ട് ചോല് കൈ പിടിക്കാൻ സ്ഥലം കിട്ടും, തല വന്നിടിക്കാൻ രക്ഷപ്പെടാം. അപ്പം ഈ ബാത്റൂമിൻ്റെ സൈസ് ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള ഇത് കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കാര്യം. ചിറക്കി വീണും മറ്റൊക്കെ പറവാതെ ചെന്ന് വീഴും, ഇവർ എവിടെയെങ്കിലും എത്തുമ്പോഴും കിട്ടും. അങ്ങനെയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് പ്ലാനിലൊക്കെ ഇപ്പോഴും പുതിയ ആർക്കിടെക്റ്റൊക്കെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. വീടിൻ്റെ നിർമ്മാണത്തിൽ തന്നെ കണ്ടമാനം മാറ്റങ്ങളുണ്ട്, ഡിസൈനിൽ മാറ്റമുണ്ട്. അപ്പം നമ്മളിപ്പോഴേ ഈ വാസ്തുശാസ്ത്രം പറഞ്ഞുകൊണ്ട് വളർന്നു പറഞ്ഞാൽ ഇതിനെ നമ്മൾ മുഖം തിരിഞ്ഞിരിക്കുകയില്ല, കേട്ടില്ല, അതിനോടനുബന്ധിച്ചാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ മുരട്ടുവാദമൊന്നും ഞാൻ പിടിക്കാറില്ല. പിന്നെ ക്ഷേത്രത്തിന് നമുക്കത് പറയാൻ പറ്റും. ക്ഷേത്രത്തിന് ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റേത് അത് നിയമത്തിന് കൃത്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സാർ ഇപ്പം നമ്മൾ സ്റ്റെയർകേസിൻ്റെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞു. അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ വീട് പണിയുന്നതിന് മുമ്പായിട്ട് ഈ ഭൂമി പൂജ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഭൂമി പൂജ സംബന്ധമായിട്ടും, അതായത് ഭൂമി പൂജ, വാസ്തുബലി, സത്യനാരായണ പൂജ, ലക്ഷ്മീനാരായണ പൂജ, അല്ലെ വീട് ഓപ്പണിംഗ്, ഇതോട് ബന്ധപ്പെട്ട് നമുക്കൊരു അടുത്തൊരു എപ്പിസോഡ് പറയാം.